എന്തുപറ്റി? അച്ഛന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വിശാല് പറഞ്ഞോ? സുമിത്രേച്ചിയുടെ ഡൈവോഴ്സിന്റെ കാര്യം. ആ വിഷയം പറയുന്നത് സുമിത്രേച്ചിക്കും ദേഷ്യമായിരിക്കും അല്ലേ? പക്ഷേ എനിക്കത് സംസാരിക്കാതിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കണമായിരുന്നു സുമിത്രേച്ചി. ശരിയായില്ല, ഒട്ടും ശരിയായില്ല. ആദ്യം മുതൽ ഈ നിമിഷം വരെയുള്ള ചരിത്രമെല്ലാം അറിയാവുന്ന വിശാലാണോ ഈ പറയുന്നത്? അതെ, അറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നത്. പഴയ പ്രസാദ് സാറായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സുമിത്രേച്ചിയുടെ ഈ തീരുമാനത്തെ എതിർക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോ സാർ ഒരു പുതിയ മനുഷ്യനാ. അനുഭവങ്ങൾ ആ മനുഷ്യനെ ആകെ മാറ്റിമറിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരിക്കലും ആ പഴയ കഥകൾ ആവർത്തിക്കില്ല. നിങ്ങൾ ഒന്നിക്കണം. പരീക്ഷണം അല്ലേ? ഇല്ല വിശാൽ, ജീവിതം കൊണ്ട് ഇനി ഒരു പരീക്ഷണം നടത്താൻ ഞാൻ തയ്യാറല്ല. പ്രസാദേട്ടനൊത്ത് ഒരു ജീവിതം ഇനി സ്വപ്നം കാണാൻ പോലും എനിക്ക് കഴിയില്ല. ഈ വാക്കുകൾ 100% സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉള്ളിന്റെ ഉള്ളിൽ സുമിത്രേച്ചിക്ക് ആ മനുഷ്യനോട് സ്നേഹമുണ്ട്, സഹതാപമുണ്ട്. ഇല്ലെന്ന് പറയാമോ? പറയാം. എന്താ പറഞ്ഞാൽ? ആ മനുഷ്യനോട് എനിക്കിപ്പോ ഈ പറഞ്ഞതൊന്നുമില്ല. എങ്കിൽ വിവാഹമോചനം തന്നെ നടക്കട്ടെ. എന്നിട്ട് സുമിത്രേച്ചി ദിലീപിനെ വിവാഹം ചെയ്തോളൂ. പ്രസാദ് സാറിന്റെ വിവാഹവും നടക്കട്ടെ. അതേതാണ്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണല്ലോ. എന്താ വിശാൽ പറഞ്ഞത്? പ്രസാദേട്ടന്റെ വിവാഹം 99% തീരുമാനിച്ചു കഴിഞ്ഞെന്ന് വധുവിനെ സുമിത്രേച്ചി അറിയും. ഡോക്ടർ രേഖ. ഡോക്ടർ രേഖയാവുമ്പോ പ്രസാദ് സാറിന്റെ ഫുൾ ഹിസ്റ്ററി അറിയാലോ. അവർക്ക് വളരെ താല്പര്യമാണ്. പ്രസാദ് സാർ എസ് മുടന്റെ താമസേ ഉള്ളൂ. പക്ഷേ ആ എസ് സുമിത്രേച്ചിയെ ആശ്രയിച്ചാ നിൽക്കുന്നത്. എന്താ സുമിത്രേച്ചി, എന്തു പറ്റി? മുഖം വിയർക്കുന്നല്ലോ. ഒന്നുമില്ല, ഒന്നുമില്ല. വിശാൽ ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. അതെന്തുകൊണ്ടും നല്ലതാ മോളെ. പൊരുത്തമുള്ളവരെ ഒന്നിക്കാവൂ. പ്രസാദും നീയും തമ്മിൽ പൊരുത്തക്കേടുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നിങ്ങൾ തമ്മിൽ അകന്നുപോയത്. ഇപ്പോൾ അയാൾക്കിണങ്ങുന്ന ഒരു ബന്ധം കണ്ടെത്തിയിരിക്കുന്നു. നല്ല കാര്യമാണ്. ഇനി നിനക്ക് യാതൊരു കുറ്റബോധത്തിൻ്റെയും കാര്യമില്ലല്ലോ. നമ്മുടെ ഭാഗത്ത് ന്യായം മാത്രമേ ഉള്ളൂ. ക്ഷമയുടെ നെല്ലിപ്പല കണ്ട ശേഷം മാത്രമാണ് നമ്മൾ ഈ തീരുമാനത്തിലെത്തിയത്, അല്ലേ? പിന്നെ എന്തിന് നീ വിഷമിക്കണം? നന്നായി മോളെ. ഇപ്പൊ കോടതി വിധി വരാതെ തന്നെ രണ്ടുപേരും സ്വതന്ത്രരാണ്. പക്ഷേ ഡോക്ടർ രേഖ. അതെ, അത് സ്വാഭാവികമല്ലേ. അയാളെ ചികിത്സിച്ച ഡോക്ടർ അയാളുടെ കഥകൾ കേട്ട് അനുകമ്പ തോന്നിക്കാണും. യഥാർത്ഥ കഥയാവില്ലല്ലോ കേട്ടിരിക്കുക. ഭാര്യയാൽ അവഗണിക്കപ്പെട്ട് മാനസിക രോഗം വന്ന പാവം ഭർത്താവ്. ആർക്കും സിമ്പതി തോന്നാം. വിശാല് പറഞ്ഞത് പ്രസാദേട്ടൻ ആ വിവാഹത്തിന് സമ്മതം മൂളിയിട്ടില്ലെന്നാണ്. പിന്നെ വിശാലിനോട് ചോദിച്ചിട്ടല്ലേ അയാൾ സമ്മതം മൂളുന്നത്. പത്രക്കാരന്റെ ഭാഷയിൽ എപ്പോഴും കുറെ പൊടിപ്പും തൊങ്ങലും ഉണ്ടാവും, എക്സാജറേഷൻ. അങ്ങനെ കണ്ടാൽ മതി. ഇതാ നോക്ക്, പ്രസാദിന്റെയും ഡോക്ടർ രേഖയുടെയും വിവാഹമല്ല നമ്മുടെ വിഷയം. നിന്റെ ഭാവി ജീവിതമാണ്. കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ എൻ്റെ മോളത് ഓർക്കണം. അതുമാത്രം.
ഇവിടെ എല്ലാം പറയാം. പറയാമെന്നല്ല, പറയണം. മനസ്സ് തുറന്ന് എല്ലാം പറയണം. നിങ്ങളുടെ ദാമ്പത്യം തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ. ഓക്കെ? കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം പൊരുത്തക്കേടുകൾ മാത്രം നിറഞ്ഞൊരു വിവാഹ ജീവിതം അതായിരുന്നു എൻ്റേത്. പുസ്തകങ്ങളുടെ ലോകത്ത് നിന്നാണ് ഞാൻ പ്രസാദേട്ടൻ്റെ വീട്ടിലേക്ക് ചെന്നത്. പ്രസാദേട്ടനാവട്ടെ പുസ്തകങ്ങൾ അലർജിയായിരുന്നു. അവിടെ തുടങ്ങി അഭിപ്രായ വ്യത്യാസം. സുമിത്ര കഥ എഴുതും അല്ലേ? എഴുതുമായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. പ്രസാദിന് വേണ്ടി? അതെ. എന്നെ സംശയിക്കാൻ കൂടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചു. സംശയങ്ങൾക്ക് പ്രസാദേട്ടന് സ്വന്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവയിലൊന്നും ഒട്ടും തന്നെ സത്യമില്ലായിരുന്നു. പക്ഷേ പ്രസാദേട്ടൻ ആ സംശയങ്ങളിൽ തന്നെ പിടിച്ചു നിന്നു. എന്നെ ഒരു ശത്രുവായിട്ട് കണ്ടു. ഭർത്താവിനെ വഞ്ചിക്കുന്നവളായിട്ട് കണ്ടു. എനിക്കത് സഹിക്കാവുന്നതിലേറെയായിരുന്നു. അങ്ങനെയാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോഴത്തെ പ്രസാദിനെ പറ്റി സുമിത്രയുടെ അഭിപ്രായം എന്താ? എനിക്ക് അത്ഭുതം തോന്നുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം മാറ്റങ്ങൾ പ്രസാദേട്ടനിൽ വന്നു കഴിഞ്ഞു. സഹതാപം തോന്നുന്നുണ്ടോ പ്രസാദിനോട്? അത് മാത്രമേ ഉള്ളൂ. എന്നിട്ടാണോ പ്രസാദിനെ വിട്ട് മറ്റൊരാളെ സ്വീകരിക്കാൻ സുമിത്ര തയ്യാറായത്? അത് എന്റെ തീരുമാനമല്ല, അച്ഛന്റെ തീരുമാനമാണ്. ഓ, അത് ശരി. രോഗിയായ അച്ഛൻ എനിക്ക് വേണ്ടി ഒരുപാട് വേദനിച്ചു കഴിഞ്ഞു. ഇനിയും ആ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അച്ഛന്റെ താല്പര്യത്തിന് വിവാഹത്തിന് സമ്മതിക്കുന്നു എന്ന് പറയുമ്പോ സുമിത്രയ്ക്ക് താല്പര്യമില്ലാന്നല്ലേ അതിനർത്ഥം? മറ്റൊരു വിവാഹം എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയമാണ് സർ. വിവാഹ ജീവിതത്തെ പറ്റി എനിക്ക് ചീത്ത ഓർമ്മകളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒട്ടും താല്പര്യമില്ലാന്ന് സാരം. ആട്ടെ, ഈ ദിലീപ് എന്ന വ്യക്തിയെ നേരത്തെ അറിയാമോ? എന്റെ കോളേജ് മേറ്റ് ആയിരുന്നു. നന്നായി കവിത എഴുതുമായിരുന്നു ദിലീപ് അല്ലേ? അതെ. അപ്പോ സാഹിത്യപരമായ ബന്ധമാണ് നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന കണ്ണി. ആ, അതിരിക്കട്ടെ. പ്രസാദുമായി അകന്ന ശേഷം എപ്പോഴെങ്കിലും ഒരു പുനർവിവാഹത്തെപ്പറ്റി, ഐ മീൻ ദിലീപുമായൊരു ദാമ്പത്യത്തെപ്പറ്റി സുമിത്ര ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ചുരുക്കി പറഞ്ഞാൽ സുമിത്ര മനസ്സില്ലാ മനസ്സോടെയാണ് ഈ വിവാഹത്തെ അപ്രോച്ച് ചെയ്യുന്നത്. ശരിയല്ലേ? പ്രസാദ് സുമിത്ര വീണ്ടും വിളിച്ചാൽ സുമിത്ര കൂടെ പോവോ? പറയൂ, കൂടെ പോവോ? എനിക്കറിയില്ല. പക്ഷെ പ്രസാദേട്ടൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുന്നു എന്നറിഞ്ഞപ്പോഴാണ് അച്ഛന്റെ നിർബന്ധത്തിന് ഞാൻ പൂർണ്ണമായും വഴങ്ങിയത്. മറ്റൊരു വിവാഹോ? പ്രസാദോ? അതെ. പ്രസാദേട്ടനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ രേഖയുമായുള്ള വിവാഹം. അത് നടക്കാൻ പോകുന്നു എന്നറിഞ്ഞു. ആ വാർത്ത അറിഞ്ഞപ്പോ എനിക്കെന്തോ ഒരു... ആ വികാരം
പറയാൻ കഴിയുന്നില്ലല്ലേ? ഞാൻ പറയാം. ഇപ്പോ സുമിത്രയ്ക്ക് തോന്നുന്ന വികാരം എന്താണെന്നോ? നഷ്ടബോധം. പ്രസാദിനെ ഓർത്തുള്ള നഷ്ടബോധം. Am I right? Look here, സുമിത്ര. നിങ്ങൾ രണ്ടാളും അവരവരുടെ ഈഗോ കോംപ്ലക്സുകൾ മാറ്റിവെച്ച് പരസ്പരം ഒന്നിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ രണ്ടാളും പരസ്പരം ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. ഇണയെ എല്ലാ അപൂർണതകളോടും കൂടി സ്വീകരിക്കുകയാണ് വേണ്ടത്. കാരണം പൂർണ്ണത ഒരാശയം മാത്രമാണ്. പൂർണ്ണതയെപ്പറ്റി സ്വപ്നം കാണാം. അത് യാഥാർത്ഥ്യമാവണമെന്ന് വാശി പിടിക്കരുതെന്ന് മാത്രം. പ്രസാദമൊത്തുള്ള ഭൂതകാലം സുമിത്ര മറന്നുകളയുക. പുതിയ പ്രസാദിനെ അറിയാൻ ശ്രമിക്കുക. സ്വീകരിക്കാനുള്ള സന്നദ്ധത കാട്ടുക. അച്ഛനെ വേദനിപ്പിക്കാൻ ആവില്ല എന്നുള്ള മനസ്ഥിതി വളരെ നല്ലതാണ്. പക്ഷെ അതോടൊപ്പം മറ്റൊന്നുകൂടി ഓർക്കണം. നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ്. ഇവിടെയാണെങ്കിൽ ആകെ കിട്ടുന്നത് ഒരു ജന്മവും. സ്വന്തം ജീവിതം എന്താവണമെന്നും ആരോടൊപ്പം ആവണമെന്നും നിശ്ചയിക്കേണ്ടത് സുമിത്ര തന്നെയാണ്. സത്യത്തിൽ പ്രസാദിനോടൊപ്പമുള്ള ജീവിതത്തെപ്പറ്റി ഇപ്പൊ സുമിത്രയ്ക്ക് പ്രതീക്ഷകളുണ്ട്, ഇല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, പ്രസാദമൊത്തുള്ള ജീവിതം ഇപ്പൊ സുമിത്ര ആഗ്രഹിക്കുന്നില്ലേ? സുമിത്രയ്ക്ക് തുറന്ന് സംസാരിക്കാം. എനിക്ക് ഉടനെ ഒരു ഉത്തരം തരാൻ കഴിയുന്നില്ല. ആലോചിക്കാൻ സമയം വേണം. തീർച്ചയായും ആലോചിച്ച് മറുപടി തരാവൂ. എങ്കിൽ സുമിത്ര പോയിക്കോളൂ. ആ പിന്നെ പുറത്ത് പ്രസാദം നിൽപ്പുണ്ട്. ഒന്ന് വരാൻ പറയാമോ? ഹലോ. അതെ, ഞാൻ അല്പം തിരക്കിലാണ്. പിന്നീട് വിളിക്കാമോ? ഓക്കെ. ആ പ്രസാദ് ഇരിക്കൂ. ആ സുമിത്രയും ഞാനും കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഇറ്റ് വാസ് എ വെരി ഹെൽത്തി ടോക്ക്. ഇനി എനിക്കറിയേണ്ടത് പ്രസാദിന്റെ വെർഷനാണ്. എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. നിയമപരമായി ഞങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണി കൂടി അറുത്തു മാറ്റി സുമിത്ര രക്ഷപ്പെടുത്തണം. ഒന്ന് ചോദിച്ചോട്ടെ, എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡൈവേഴ്സിന് മുൻകൈയെടുത്ത സുമിത്ര തന്നെ ഡൈവേഴ്സ് വേണ്ടാന്ന് വെച്ചാലോ? പ്രസാദിനൊപ്പം ജീവിക്കാൻ തയ്യാറാണെന്ന് സമ്മതിച്ചാലോ? ഇമ്പോസിബിൾ. ഇഫ് ഇറ്റ് പോസിബിൾ, വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? സുമിത്ര അങ്ങനെ ചിന്തിക്കില്ല സർ, ഒരിക്കലും. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് സുമിത്രയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പ്രസാദ് അനുകൂലിക്കുമോ? എന്താ സംശയം? തീർച്ചയായും ഞാൻ അനുകൂലിക്കും. പക്ഷയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഡോക്ടർ രേഖയ്ക്ക് കൊടുത്ത വാക്ക് പ്രശ്നമാവും, അല്ലേ? ഡോക്ടർ രേഖയ്ക്ക് കൊടുത്ത വാക്കോ? എന്താ